ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെന്റൽ സയൻസ് പരിസര പഠനത്തിലെ 1ാമത്തെ യൂണിറ്റായ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കൂട്ടുകാർ എന്താണ് കാണുന്നത്? കുറച്ച് കുട്ടികൾ ഒരു കുളം സന്ദർശിക്കുകയാണ് അല്ലേ? കുളത്തിൽ എന്തെല്ലാം ജീവികളെയാണ് അവർ കാണുന്നത്? കുളത്തിനു ചുറ്റും ഏതെല്ലാം തരത്തിലുള്ള ജീവികളുണ്ട്? കുളത്തിനരികിൽ ഒരു വലിയ മരമുണ്ടല്ലോ, ആ മരത്തിൽ ഏതെല്ലാം ജീവികളാണുള്ളത്? തവള, കൊക്ക്, ഞണ്ട്, മീനുകൾ, ആമ തുടങ്ങി പലതരം ജീവികളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇവയെല്ലാം നിരീക്ഷിച്ചിട്ട് റെയ്ന ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതി. എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾക്കൊന്ന് വായിച്ചു നോക്കിയാലോ. 28/2024 20/8/2024 റെയ്ന അവളുടെ ഡയറി എഴുതുന്നത്. Today we selected a water lily pond for environmental observation. We traveled along the edge of the paddy field and reached the bank of the pond. From the shade of a tree on the bank, we observed the pond. The water was crystal clear. Water lilies were in full bloom. We noticed various aquatic plants, mosses, and fallen leaves on the water. Grasses, vines, and shrubs were growing along the bank of the pond. There were birds, squirrels, chameleons, spiders, ants, and other small organisms on the jamun or navel tree near the pond. There was plenty of fish in the pond. They occasionally came to the surface and opened their mouths. Frogs, tadpoles, crabs, snails, water snakes, and other aquatic organisms were also the inhabitants of the water lily pond. We played by throwing small stones into the pond, creating ripples. We spent a lot of time enjoying the coolness of the pond. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പരിസ്ഥിതി നിരീക്ഷണത്തിനായി ഞങ്ങൾ ഒരു ആമ്പൽക്കുളം തിരഞ്ഞെടുത്തു. നെൽപ്പാടത്തിന്റെ അരികിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ കുളത്തിന്റെ കരയിലെത്തി. കരയിലെ ഒരു മരത്തിന്റെ തണലിൽ നിന്ന് ഞങ്ങൾ കുളം നിരീക്ഷിച്ചു. കുളത്തിലെ വെള്ളം വളരെ തെളിഞ്ഞതായിരുന്നു. ആമ്പൽപ്പൂക്കൾ നിറഞ്ഞു വിരിഞ്ഞു നിന്നിരുന്നു. വെള്ളത്തിൽ വിവിധ ജലസസ്യങ്ങളും പായലുകളും വീണുകിടക്കുന്ന ഇലകളും ഞങ്ങൾ ശ്രദ്ധിച്ചു. കുളത്തിന്റെ കരയിലുടനീളം പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിന്നിരുന്നു. കുളത്തിനടുത്തുള്ള ഞാവൽ മരത്തിൽ പക്ഷികളും അണ്ണാനുകളും ഓന്തുകളും ചിലന്തികളും ഉറുമ്പുകളും മറ്റു ചെറുജീവികളും ഉണ്ടായിരുന്നു. കുളത്തിൽ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവ ഇടയ്ക്കിടെ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് വായ തുറക്കുന്നത് ഞങ്ങൾ കണ്ടു. തവളകളും തവളക്കുഞ്ഞുങ്ങളും ഞണ്ടുകളും ഒച്ചുകളും നീർപ്പാമ്പുകളും മറ്റ് ജലജീവികളും ആമ്പൽക്കുളത്തിലെ നിവാസികളായിരുന്നു. ചെറിയ കല്ലുകൾ കുളത്തിലേക്ക് എറിഞ്ഞ് ഞങ്ങൾ ഓളങ്ങൾ ഉണ്ടാക്കി കളിച്ചു. കുളക്കരയുടെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല. ഡിഡ് യു റീഡ് റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്സ്? റെയ്നയുടെ നിരീക്ഷണ കുറിപ്പുകൾ നിങ്ങൾ വായിച്ചോ? വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? കുളത്തിൽ നിങ്ങൾ ഏതെല്ലാം ജീവികളെയാണ് കണ്ടിരിക്കുന്നത്? ഏതെല്ലാം ജീവികളാണ്? കൂട്ടുകാർ ചിത്രം ഒന്നുകൂടി നിരീക്ഷിച്ചു നോക്കൂ. ഏതെല്ലാം ജീവികളെ നമ്മൾക്ക് കുളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്? ഫിഷ്, ഫ്രോഗ്സ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ്, ക്രെയിൻ, കിങ്ഫിഷർ, ടോട്ടോയിസ്, വാട്ടർ ലിലീസ്. പിന്നെയോ ലീവ്സ് ആൻഡ് ഗ്രാസ്, ഇലകളും പുല്ലുകളും നമ്മൾക്ക് കാണാം അല്ലേ? പിന്നെയോ കുളത്തിന് ചുറ്റും എന്തെല്ലാം ജീവികളാണ് കൂട്ടുകാർ കാണുന്നത്? ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, ആൺസ്, കാറ്റർപില്ലർ, സ്പൈഡർ എക്സെട്ര അല്ലേ? വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? മരത്തിൽ ഏതെല്ലാം ജീവികളാണ് താമസിച്ചിരുന്നത്? ഏതെല്ലാം ജീവികളെയാണ് കൂട്ടുകാർക്ക് മരത്തിൽ കാണാൻ സാധിക്കുന്നത്? പാരറ്റ്, കാമലിയൺ, സ്ക്വിറൽ, സ്പൈഡർ എക്സെട്ര അല്ലേ? പിന്നെയോ ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്? എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണോ? യെസ്, അതെ അല്ലേ? എല്ലാ ജീവികൾക്കും ജീവിക്കാൻ സ്ഥലം ആവശ്യമല്ലേ?
All living things need a place to live. Every living thing needs a place where it can get the food, water and shelter it needs to survive. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. ഓരോ ജീവിക്കും അതിജീവനത്തിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും അഭയവും ലഭിക്കുന്ന ഒരു സ്ഥലം വേണം, അല്ലേ? Can organisms that live in water also live on land? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിലും ജീവിക്കാൻ കഴിയുമോ? മീനിന് കരയിൽ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? Not all living things that live in water can live on land. Animals like fish cannot live on land, but some animals like frogs, tortoise and crocodiles can live both on land and in water because their bodies are made in a way that suits both. വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും കരയിൽ ജീവിക്കാൻ കഴിയില്ല, അല്ലേ? മത്സ്യങ്ങൾ പോലുള്ള ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ തവളകളും ആമകളും മുതലകളും പോലുള്ള ചില ജീവികൾക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. കാരണം അവയുടെ ശരീരഘടന അല്ലെങ്കിൽ ശരീരം രണ്ട് സാഹചര്യങ്ങൾക്കും അനുയോജ്യമായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി why can't fish live on land? മീനുകൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? Fish can't live on land because they breathe through gills, which only work in water. Gills cannot take in oxygen from the air. മത്സ്യങ്ങൾ ചെകിളകളിലൂടെ ശ്വസിക്കുന്നതിനാൽ അവയ്ക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. ചെകിളകൾ വെള്ളത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവയ്ക്ക് വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയില്ല. The boat-like shape with both ends pointed helps fish move through the water. ഇരുവശങ്ങളും കൂർത്ത വഞ്ചി പോലുള്ള ശരീരാകൃതി മത്സ്യങ്ങളെ വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. Their fins and tails help them swim but are not useful for movement on land. അവയുടെ ചിറകുകളും വാലും നീന്താൻ സഹായിക്കുന്നു, പക്ഷേ കരയിൽ സഞ്ചരിക്കാൻ അവ പ്രയോജനപ്പെടുന്നില്ല. ഇപ്പോൾ മനസ്സിലായോ മീനിന് എന്തുകൊണ്ടാണ് കരയിൽ ജീവിക്കാൻ കഴിയാത്തതെന്ന്? What special features have you observed in fish that help them live in water? വെള്ളത്തിൽ ജീവിക്കാൻ മീനുകളെ സഹായിക്കുന്ന എന്തെല്ലാം പ്രത്യേക സവിശേഷതകളാണ് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത്? A boat-like shape helps fish move through water. ബോട്ടിന്റെ ആകൃതിയിലുള്ള ശരീരം മീനുകൾക്ക് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. Fins help them swim. ചിറകുകൾ അവയെ നീന്താൻ സഹായിക്കുന്നു. A slimy body helps them glide. വഴുവഴുപ്പുള്ള ശരീരം വെള്ളത്തിലൂടെ അനായാസം വഴുതി നീങ്ങാൻ സഹായിക്കുന്നുണ്ട്. Gills help them breathe in water. ചെകിളകൾ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നുണ്ട്. Tightly arranged scales protect them from heat and cold. ക്രമമായി അടുക്കിയിരിക്കുന്ന ശൽക്കങ്ങൾ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നുണ്ട്. Eyes on both sides of the head give them a wider view. തലയുടെ ഇരുവശങ്ങളിലുമുള്ള കണ്ണുകൾ കൂടുതൽ വിശാലമായ കാഴ്ച ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. Let's draw the picture of a fish. നമുക്ക് ഒരു മീനിന്റെ ചിത്രം വരച്ചു നോക്കിയാലോ? കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ ഒരു ഫിഷിന്റെ ചിത്രം കണ്ടല്ലോ. അത് കുത്തുകളിലൂടെ യോജിപ്പിച്ച് അതിന് ഭംഗിയിൽ നിറം നൽകുമല്ലോ. ഇനി നോക്കൂ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? മീനിന്റെ ആകൃതി എന്താണ്? ദ ഷേപ്പ് ഓഫ് എ ഫിഷ് ഈസ് ലൈക്ക് എ ബോട്ട്. മീനിന്റെ ആകൃതി ഒരു ബോട്ടിന്റെ ആകൃതി പോലെയാണ്, അല്ലേ? How does this shape help the fish move in water? ഈ ആകൃതി മീനിന് വെള്ളത്തിൽ സഞ്ചരിക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? The boat-like shape with both ends pointed helps the fish glide smoothly through the water. ഇരുവശങ്ങളും കൂർത്ത ബോട്ട് പോലുള്ള ആകൃതി മീനിന് വെള്ളത്തിലൂടെ സുഗമമായി വഴുതി നീങ്ങാൻ സഹായിക്കുന്നു. Observe the shape of the boats. താഴെ നോക്കൂ, 2 ബോട്ടുകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ബോട്ടുകളുടെ ആകൃതികൾ നിരീക്ഷിച്ചു നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിലെ ബോട്ടിന്റെ ആകൃതി എന്താണ്? 2 വശങ്ങളും കൂർത്ത ആകൃതിയാണ്, അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിലെ ബോട്ടിന്റെ ആകൃതി എങ്ങനെയാണ്? വട്ടത്തിലുള്ള ബോട്ടാണ്, അല്ലേ? Which of these shapes is more suitable for traveling through water?
ജലത്തിലൂടെ സഞ്ചരിക്കാൻ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? A boat with the shape of a fish is better. This shape helps it move quickly in water. മീനിന്റെ ആകൃതിയിലുള്ള ഒരു വള്ളമാണ് കൂടുതൽ നല്ലത്. ഈ ആകൃതി വെള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. മീനിന് വെള്ളത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ രണ്ട് വശവും കൂർത്തതായതുകൊണ്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മീനിന്റെ ആകൃതിയിലുള്ള ഒരു ബോട്ട് ഉപയോഗിച്ചാൽ നമ്മൾക്ക് വെള്ളത്തിലൂടെ എളുപ്പത്തിലും വേഗത്തിലും സഞ്ചരിക്കാൻ സാധിക്കുമല്ലോ. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന ബോട്ട് ഉപയോഗിച്ചാലാണ് വെള്ളത്തിലൂടെ വേഗത്തിൽ നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? ഹൗ ഡു ദേ ചേഞ്ച് ദെയർ ഡയറക്ഷൻ? മത്സ്യങ്ങൾ വെള്ളത്തിൽ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ എങ്ങനെയാണ് അവയുടെ ദിശ മാറ്റുന്നത്? ദേ ചേഞ്ച് ഡയറക്ഷൻ യൂസിങ് ദെയർ ഫിൻസ് ആൻഡ് ടെയിൽ. അവയുടെ ചിറകുകളും വാലും ഉപയോഗിച്ചാണ് ദിശ മാറ്റുന്നത്. ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? അവയുടെ ശൽക്കങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കെയിൽസ് പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ഇറുകെ ക്രമീകരിച്ചിരിക്കുന്ന ശൽക്കങ്ങൾ അവയെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്? അവയുടെ ശരീരത്തിലെ ഏത് ഭാഗമാണ് ശ്വസിക്കാൻ സഹായിക്കുന്നത്? ഏത് ഭാഗമാണ്? ഗിൽസ് ഹെൽപ് ദം ബ്രീത്ത് ഇൻ വാട്ടർ. ചെകിളകൾ അവയെ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു അല്ലേ? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ? മത്സ്യങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിൻ, അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ് ആൻഡ് സ്ലിപ്പറി നാച്ചർ ഓഫ് ഫിഷ് ഹെൽപ് ദം മൂവ് ത്രൂ വാട്ടർ. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. മത്സ്യങ്ങളുടെ ശരീരാകൃതി, ചിറകുകൾ, വാൽ ചിറക്, ശൽക്കങ്ങളുടെ ക്രമീകരണം, വഴുവഴുപ്പുള്ള ശരീരം എന്നിവ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. മത്സ്യങ്ങൾ ചെകിളകളുടെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫിഷ്. നിങ്ങൾ മീനുകളുടെ ആകൃതിയും സവിശേഷതകളും എല്ലാം മനസ്സിലാക്കിയല്ലോ. നൗ ലെറ്റ് us get to know the features of some plants too. ഇനി നമ്മൾക്ക് ചില സസ്യങ്ങളുടെ സവിശേഷതകളും പരിചയപ്പെട്ടാലോ? ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന ചെടികൾ കൂട്ടുകാർക്ക് പരിചയമുണ്ടോ? മരുഭൂമികളിൽ കാണപ്പെടുന്ന ചെടികളാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ? What are the special features of these plants? What is special about their stem? What makes them different from other plants? ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവയുടെ തണ്ടുകൾക്ക് എന്താണ് പ്രത്യേകത? മറ്റ് സസ്യങ്ങളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട് ഓർ സിറോഫൈറ്റ്സ്. മരുഭൂമിയിലെ സസ്യങ്ങൾ അഥവാ മരുരൂഹങ്ങൾ. ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാല്ലേ? Desert plants may have no leaves or have small leaves or thorns. Their stems are thick, green and can store water. A waxy coating on their stem helps them prevent water loss. The deep roots of these plants absorb water from great depths. Such desert plants are known as xerophytes. All these features enable them to survive in desert. മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലകളില്ലാതെയോ അല്ലെങ്കിൽ ചെറിയ ഇലകളുള്ളതോ അല്ലെങ്കിൽ മുള്ളുകളുള്ളതോ ആകാം. അവയുടെ തണ്ടുകൾ കട്ടിയുള്ളതും പച്ച നിറമുള്ളതും വെള്ളം സംഭരിക്കാൻ കഴിയുന്നതുമാണ്. തണ്ടിലുള്ള മെഴുകു പോലുള്ള ആവരണം ജലനഷ്ടം തടയാൻ സഹായിക്കുന്നു. ഈ സസ്യങ്ങളുടെ ആഴത്തിലുള്ള വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മരുഭൂമി സസ്യങ്ങളെ മരുരൂഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ സവിശേഷതകളെല്ലാം അവയെ മരുഭൂമിയിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു. Desert plants are different from other plants because they have special adaptations to survive in dry conditions. മരുഭൂമിയിലെ സസ്യങ്ങൾ മറ്റ് സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? അവയ്ക്ക് വരണ്ട സാഹചര്യങ്ങളിൽ അഥവാ വെള്ളമില്ലാത്ത മരുഭൂമി പോലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേക അനുകൂലനങ്ങൾ ഉള്ളതിനാലാണ്.
അഡാപ്റ്റേഷൻ. എന്താണ് അനുകൂലനം? Plants and animals have body features that help them survive in their specific environments. Any body feature that helps an organism survive in its environment is called adaptation. സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അവ ജീവിക്കുന്ന പ്രത്യേക പരിസ്ഥിതിയിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ശരീരഘടനാപരമായ സവിശേഷതകൾ ഉണ്ട്. ഓരോ ജീവിക്ക് അതിൻ്റെ പരിസ്ഥിതിയിൽ അതിജീവിക്കാൻ സഹായിക്കുന്ന ഏതൊരു ശരീര സവിശേഷതയെയും നമ്മൾ അനുകൂലനം എന്നാണ് വിളിക്കുന്നത്. താഴെ നോക്കൂ, ആമ്പലും തവളയും തമ്മിൽ എന്തോ സംഭാഷണം നടക്കുകയാണ് അല്ലേ? എന്താണ് ആമ്പൽ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റം. ഞങ്ങളുടെ തണ്ടിലുള്ള വായു നിറഞ്ഞ അറകളുടെ സഹായത്താലാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അല്ലേ? അപ്പോൾ തവള എന്താണ് പറയുന്നത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഞങ്ങളുടെ വിരലുകൾ തമ്മിൽ ചർമ്മം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും. കുളത്തിൽ ആമ്പൽ പൊങ്ങിക്കിടക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് അവ പൊങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അതേപോലെ തവളകൾക്ക് എങ്ങനെയാണ് കുളത്തിൽ നീന്താൻ സാധിക്കുന്നത് എന്നും മനസ്സിലായല്ലോ. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദ ഫ്രോഗ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദിയർ അഡാപ്റ്റേഷൻസ്. ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവയുടെ കൂടുതൽ അനുകൂലനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും എഴുതാനുമാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ആമ്പലിൻ്റെയും തവളയുടെയും മറ്റ് അനുകൂലനങ്ങൾ? നമ്മൾക്കൊന്ന് എഴുതി നോക്കിയാലോ. ദേ ഡു നോട്ട് ഡീകേ ഇൻ വാട്ടർ. ആമ്പൽ വെള്ളത്തിൽ അഴുകിപ്പോകുന്നില്ല, അതായത് ചീഞ്ഞു പോകില്ല. പിന്നെയോ ദ സ്ലിപ്പറി ബോഡി, തവളയുടെ ശരീരം വഴുവഴുപ്പുള്ളതാണ്. ദ ലീവ്സ് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ സർഫസ്, വാക്സ് കോട്ടിംഗ് ഓൺ ദ ലീവ്സ്. ആമ്പലിന്റെ ഇലകൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഇലകൾ ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും അല്ലേ? ഇലകളിൽ മെഴുകിന്റെ ആവരണമുണ്ട്. ദ ഫീറ്റ് ഓഫ് ഫ്രോഗ്സ് ആർ ഷേപ്ഡ് ടു ഹെൽപ്പ് ദം സ്വിം. തവളയുടെ കാലുകൾ നീന്താൻ സഹായിക്കുന്ന തരത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? ചർമ്മബന്ധിതമായ കാലുകളാണ്. ഇനിയോ എയർ കാവിറ്റീസ് ഇൻ ദ ലീഫ് ആൻഡ് പേറ്റിയോൾ. ആമ്പലിന്റെ ഇലയിലും ഇലത്തണ്ടിലും വായു അറകളുണ്ട്. ദ ലിംസ് ഹെൽപ്പ് ഇറ്റ് ടു ഹോപ്പ് ഓൺ ലാൻഡ്. തവളകൾക്ക് കരയിൽ ചാടി നടക്കാൻ അവയുടെ പിൻകാലുകൾ, ബാക്കിലുള്ള കാലുകൾ സഹായിക്കുന്നുണ്ട്. ദ ഫ്ലവർ റിമെയിൻസ് ഇറക്റ്റ് എബവ് ദ വാട്ടർ ലെവൽ. ആമ്പലിന്റെ പൂവ് ജലനിരപ്പിന് മുകളിൽ നിവർന്നു നിൽക്കുന്നു. Can breathe through the skin while in water and it can breathe through the nostrils while on land. വെള്ളത്തിലായിരിക്കുമ്പോൾ തവള അവയുടെ തൊലിയിലൂടെയാണ് ശ്വസിക്കുന്നത് അല്ലേ? കരയിലായിരിക്കുമ്പോഴോ അവ അവയുടെ മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നത്. സ്ട്രോങ് റൂട്ട് സിസ്റ്റം. ആമ്പലിന് ശക്തമായ വേരുപടലമുണ്ട്. ഫ്രോഗ്സ് ഐസ് സ്റ്റിക്ക് ഔട്ട് ഓൺ ദ ടോപ്പ് ഓഫ് their heads, so they can clearly see both under and above water. തവളയുടെ കണ്ണുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? അവ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? കണ്ണുകൾ തലയുടെ മുകൾ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് അല്ലേ? അതിനാൽ അവയ്ക്ക് വെള്ളത്തിനടിയിലും വെള്ളത്തിന് മുകളിലും വ്യക്തമായി കാണാൻ കഴിയും. സീഡ്സ് ആൻഡ് പ്ലാന്റ് പാർട്സ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. ആമ്പലിൻ്റെ വിത്തുകളും സസ്യഭാഗങ്ങളും വെള്ളത്തിലൂടെയാണ് പരക്കുന്നത്. സ്റ്റിക്കി ടങ് ഹെൽപ്സ് ക്യാച്ച് ഇൻസെക്ട്സ് ക്വിക്ലി. തവളകൾക്ക് ഒട്ടിപ്പിടിക്കുന്ന നീളമുള്ള നാവുണ്ട്. അതുപയോഗിച്ചാണ് പ്രാണികളെ പിടിക്കാൻ സഹായിക്കുന്നത്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. വേർ ഡു ദീസ് ആനിമൽസ് ലിവ്? ഈ മൃഗങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഗോട്ട്, ആടാണ് അല്ലേ? ആട് എവിടെയാണ് ജീവിക്കുന്നത്? ഓൺ ലാൻഡ്, കരയിലാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ഷ്രിംപ്, ചെമ്മീനാണ് അല്ലേ? ചെമ്മീൻ എവിടെയാണ് ജീവിക്കുന്നത്? ഇൻ വാട്ടർ, വെള്ളത്തിലാണ് അല്ലേ? മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ടേർട്ടിൽ, ആമയാണ് അല്ലേ? ആമ എവിടെയാണ് ജീവിക്കുന്നത്? ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലും
കരയിലും ആമ ജീവിക്കും. ഇനി റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു മൃഗങ്ങളുടെ പേരുകൾ എഴുതുകയും പട്ടിക പൂർത്തിയാക്കുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾക്ക് പട്ടികയിൽ പൂർത്തിയാക്കേണ്ടത്? ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതണം. ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതണം. ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്നും എഴുതണം. ആദ്യം നമ്മൾക്ക് ആനിമൽസ് ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. ഏതെല്ലാമാണ് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഡോഗ്, ക്യാറ്റ്, കൗ, ഗോട്ട്, ഹോഴ്സ്, എലിഫന്റ്, ലയൺ, ടൈഗർ, ഡിയർ, റാബിറ്റ്, ബിയർ, ഡോങ്കി, ലെപ്പേർഡ്, മങ്കി, റാറ്റ്, ബഫലോ, ജിറാഫ്, സീബ്ര എക്സെട്ര എക്സെട്ര. ഇനി നമ്മൾക്ക് ആനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഫിഷ്, ഷാർക്ക്, വെയിൽ, ഡോൾഫിൻ, ഒക്ടോപ്പസ്, സ്ക്വിഡ്, ജെല്ലി ഫിഷ്, സീ ടർട്ടിൽ, ക്രാബ്, ഷ്രിംപ്, സ്റ്റാർഫിഷ്, ഈൽ, സീ ഹോഴ്സ്, സാൽമൺ, സാർഡിൻ, മാക്രേൽ, ഓയിസ്റ്റർ, ബ്ലൂ വെയിൽ, പ്രോൺ എക്സെട്ര എക്സെട്ര. ഇനി ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഫ്രോഗ്, സാലമാണ്ടർ, ക്രോക്കഡെയിൽ, ആലിഗേറ്റർ, ടർട്ടിൽ, ക്രാബ്, വാട്ടർ സ്നേക്ക്, ഓട്ടർ, ഹിപ്പോപ്പൊട്ടാമസ്, ഡക്ക്, സ്വാൻ എക്സെട്ര എക്സെട്ര. Analyze the information in the above table. Record your inferences in My Environmental Science Diary. മുകളിലെ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്യുക. നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. എന്താണ് കൂട്ടുകാർക്ക് പട്ടികയിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്? Animals live in different habitats such as land, water, on land and water, etc. Each habitat has different environmental conditions. Animals show special adaptations to survive in these places. വിവിധ ആവാസ വ്യവസ്ഥകളിൽ, ഉദാഹരണത്തിന് കരയിൽ, വെള്ളത്തിൽ, കരയിലും വെള്ളത്തിലും എന്നിവയിൽ മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലേ? ഓരോ ആവാസ വ്യവസ്ഥയ്ക്കും വ്യത്യസ്തമായ പരിസ്ഥിതി സാഹചര്യങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ ജീവൻ നിലനിർത്താൻ മൃഗങ്ങൾ പ്രത്യേകമായ അനുകൂലനങ്ങൾ കാണിക്കുന്നു. Animals live also in deserts and polar regions. What are their adaptations? മരുഭൂമിയിലും ധ്രുവ പ്രദേശങ്ങളിലും മൃഗങ്ങൾ ജീവിക്കുന്നില്ലേ? അവയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? Camel is an animal that lives in the desert. മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ് ആര്? ഒട്ടകം അല്ലേ? ഇവിടെ ഒട്ടകത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ഒട്ടകം എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? The fat in our hump helps us to survive in the desert for days without drinking water. ഞങ്ങളുടെ പൂഞ്ഞയിലുള്ള കൊഴുപ്പ് വെള്ളം കുടിക്കാതെ തന്നെ മരുഭൂമിയിൽ നിരവധി ദിവസങ്ങൾ ജീവിച്ചിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഒട്ടകത്തിന്റെ പുറത്തുള്ള ഒരു കൂന കണ്ടിട്ടില്ലേ? അതിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊഴുപ്പാണ് മരുഭൂമിയിൽ അവയ്ക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത്. ഇനി നോക്കൂ, പെൻഗ്വിൻ ഈസ് എ ക്രിയേച്ചർ ദാറ്റ് ലിവ്സ് ഇൻ പോളാർ റീജിയൻ. ധ്രുവ പ്രദേശത്ത് അഥവാ മഞ്ഞുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് പെൻഗ്വിൻ അല്ലേ? കൂട്ടുകാർ പെൻഗ്വിനെ കണ്ടിട്ടില്ലേ? എന്താണ് പെൻഗ്വിൻ പറയുന്നത്? The fat under our skin protects us from the extreme cold in the polar regions. ധ്രുവ പ്രദേശങ്ങളിലെ അതിശൈത്യത്തിൽ നിന്ന് അഥവാ നല്ല തണുപ്പിൽ നിന്ന് ഞങ്ങളുടെ ചർമ്മത്തിനടിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ തൊലിക്കടിയിലുള്ള കൊഴുപ്പ് ഞങ്ങളെ സംരക്ഷിക്കുന്നു. ഫൈൻഡ് other adaptations of camel and penguin. Discuss with your friends and write them in the table. ഒട്ടകത്തിന്റെയും പെൻഗ്വിന്റെയും മറ്റ് അനുകൂലനങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത് അവ പട്ടികയിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് പട്ടിക പൂരിപ്പിച്ച് നോക്കാം അല്ലേ? ക്യാമലിന്റെ സവിശേഷത നോക്കാം. ഫാറ്റ് ഇൻ ഹംസ് ഫോർ എനർജി, ഊർജത്തിനായി കൂനയിൽ കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്നു. പിന്നെയോ പെൻഗ്വിന്റേതോ തിക് ഫാറ്റ് അണ്ടർ സ്കിൻ ഫോർ വാംത് ആൻഡ് എനർജി, ചൂടും ഊർജവും ലഭിക്കാൻ ത്വക്കിനടിയിൽ കട്ടിയുള്ള കൊഴുപ്പുണ്ട്. പിന്നെയോ
തിക് ഫർ ടു പ്രൊട്ടക്ട് ഫ്രം ഹീറ്റ്. ഒട്ടകത്തിന് ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ കട്ടിയുള്ള ഒരു രോമാവരണമുണ്ട്. ഫ്ലിപ്പർ ലൈക്ക് വിങ്സ് ടു സ്വിം ഇൻ വാട്ടർ. പെൻഗ്വിന് വെള്ളത്തിൽ നീന്താൻ ചിറകു പോലുള്ള ഫ്ലിപ്പറുകൾ ഉണ്ട്. പിന്നെയോ വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്. ഒട്ടകത്തിന് മണലിൽ നടക്കാൻ വീതിയേറിയ പാദങ്ങളുണ്ട്. തിക് ഫെദേഴ്സ് ആൻഡ് ഫാറ്റ് ഫോർ വാംത്ത്. പെൻഗ്വിന് ചൂട് നിലനിർത്താൻ കട്ടിയുള്ള തൂവലുകളും കൊഴുപ്പുമുണ്ട്. പിന്നെയോ നോസ്ട്രൽസ് ക്യാൻ ക്ലോസ് ടു കീപ് ഔട്ട് സാൻഡ്. ഒട്ടകത്തിന് മണൽ അകത്ത് കടക്കാതിരിക്കാൻ മൂക്കുകൾ അടക്കാൻ കഴിയും. പിന്നെയോ സ്ട്രീം ലൈൻഡ് ബോഡി ഹെൽപ്സ് ഇറ്റ് സ്വിം ഫാസ്റ്റ്. പെൻഗ്വിന് വേഗത്തിൽ നീന്താൻ സഹായിക്കുന്ന സുന്ദരമായി രൂപപ്പെടുത്തിയ ശരീരമുണ്ട്. പിന്നെയോ ക്യാൻ സർവൈവ് ഫോർ മെനി ഡേയ്സ് വിതൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. ഒട്ടകത്തിന് വെള്ളം കുടിക്കാതെ നിരവധി ദിവസങ്ങൾ ജീവിക്കാൻ കഴിയും. പിന്നെയോ വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. പെൻഗ്വിന് നീന്താൻ സഹായിക്കുന്ന ചർമ്മം ബന്ധിപ്പിച്ച പാദങ്ങളുണ്ട്. തിക് ലിപ്സ് ഹെൽപ്പ് ഇറ്റ് ഈറ്റ് തോണി പ്ലാന്റ്സ്. ഒട്ടകത്തിന് മുള്ളുള്ള ചെടികൾ ഭക്ഷിക്കാൻ കട്ടിയുള്ള ചുണ്ടുകളുണ്ട്. പെൻഗ്വിൻസ് ലിവ് ഇൻ ഗ്രൂപ്പ്സ് ടു കീപ് വാം. പെൻഗ്വിനുകൾ ചൂട് നിലനിർത്താൻ കൂട്ടമായാണ് ജീവിക്കുന്നത്. ദ കാങ്കരോ റാറ്റ് ഈസ് അനദർ ആനിമൽ ദാറ്റ് ലിവ്സ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിയാണ് കങ്കാരു എലി. കങ്കാരു എലിയെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? കങ്കാരു എലിയെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എ ലൈഫ് വിതൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം. കങ്കാരു എലിയെക്കുറിച്ച് നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ദ കാങ്കരോ റാറ്റ് ഈസ് എ സ്മോൾ ആനിമൽ ഫൗണ്ട് ഇൻ ദ ഡെസേർട്ട്. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിംഗ് ഇൻ ദ ഡെസേർട്ട്. ഇറ്റ് ഡിഗ്സ് വെരി ഡീപ് burrows to survive the heat of the day and lives inside them. It hunts for prey at night. It can live without drinking any water. It gets the water it needs from its main food such as grains, seeds and also from its body fat. Water loss through sweat or urine is very low. It moves by hopping like a kangaroo using its long hind legs. It can store grains and seeds in the pouch in its cheeks. കങ്കാരു എലി മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ്. മരുഭൂമിയിൽ ജീവിക്കാൻ ഇതിന് നിരവധി അനുകൂലനങ്ങളുണ്ട്. പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് വളരെ ആഴത്തിലുള്ള മാളങ്ങൾ കുഴിച്ച് അവയ്ക്കുള്ളിൽ താമസിക്കുന്നു. രാത്രിയിലാണ് ഇത് ആഹാരം തേടുന്നത്. വെള്ളം കുടിക്കാതെ തന്നെ ഇതിന് ജീവിക്കാൻ കഴിയും. ധാന്യങ്ങൾ, വിത്തുകൾ തുടങ്ങിയ പ്രധാന ആഹാരങ്ങളിൽ നിന്നും ശരീരത്തിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പിൽ നിന്നുമാണ് ഇതിന് ആവശ്യമായ വെള്ളം ലഭിക്കുന്നത്. വിയർപ്പിലൂടെയോ മൂത്രത്തിലൂടെയോ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കുറവാണ്. നീളമുള്ള പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. കവിളുകളിലെ സഞ്ചികളിൽ ധാന്യങ്ങളും വിത്തുകളും സംഭരിക്കാനും ഇതിന് കഴിയും. ഇനി അതർ ആനിമൽസ് സീൻ ഇൻ ഡെസേർട്സ്. മരുഭൂമികളിൽ കാണപ്പെടുന്ന മറ്റു ജീവികൾ ഏതെല്ലാമാണ്? ഡെസേർട്ട് ഫോക്സ്, ഡെസേർട്ട് ലിസാർഡ്, റാറ്റിൽ സ്നേക്ക്, സ്കോർപിയൺ എക്സെട്ര. അതർ ആനിമൽസ് സീൻ ഇൻ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മറ്റു ജീവികൾ ഏതെല്ലാമാണ്? പോളാർ ബെയർ, സീൽ, വാൾഡ്രസ്, ആർട്ടിക് ഫോക്സ്, സ്നോയി ഓൾ എക്സെട്ര. ഇത്രയും ഭാഗങ്ങൾ കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായല്ലോ. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമ്മൾ ഈ ചാനലിൽ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ പരിശോധിക്കുമല്ലോ. ഈ ചാനലിൽ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 EVS ന്യൂ യൂണിറ്റ്സ് ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ കൂട്ടുകാർക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, കോമന്റ് ആൻഡ് ഷെയർ.